ഹായ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു IAS ഫാക്ടർ. നമ്മൾ ഇന്ന് ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിന് മുന്നത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. സോ ഡെഫിനറ്റ്ലി നമ്മൾ പോകുന്ന ഒരു മോഡ് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. സോ ദ ഡേറ്റ് ഈസ് October 5th, 2024 ആൻഡ് ഞാൻ യൂസ് ചെയ്യുന്ന ഡൽഹി എഡിഷൻ ആണ്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് സെഗ്മെന്റ്സിലേക്ക് പോവാം. പരസ്യമാണ് ഫ്രണ്ടിൽ കൂടുതലും ഡൽഹി എഡിഷനിൽ. ആൻഡ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ന്യൂസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വല്ലപ്പോഴുമാണ് ഇതേപോലെ നമുക്ക് ന്യൂസിൽ നെക്സൽ അറ്റാക്സ് കാണാൻ പറ്റുക. കാരണം നമ്മൾ എപ്പോഴും അറിയാം, നമ്മുടെ ആർമി ഫോഴ്സസ് ആണെങ്കിലും CRPF ആണെങ്കിലും, അതായത് നമ്മുടെ BSF, CAPFിലുള്ള മേജർ ആയിട്ടുള്ള ഫോഴ്സസ് എല്ലാം നമുക്ക് കാണാം. പല സ്ഥലങ്ങളിലും കോമ്പാക്റ്റിലായിരിക്കും. നമുക്ക് പലപ്പോഴും ഇത്തരം വാർത്തകളൊന്നും നമുക്ക് കിട്ടാറില്ല. പക്ഷേ ഇതേപോലെ ആരെങ്കിലും കൊല്ലപ്പെടുമ്പോൾ മാത്രമാണ് നമുക്ക് പേപ്പേഴ്സ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. 28 നക്സലേറ്റ്സ് ആണ് ഛത്തീസ്ഗഡിന്റെ ഓപ്പറേഷനിൽ കിട്ടിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരുപാട് ടൈം പറയാറുണ്ട്. ഈ മുമ്പ് എവിടെയോ ഫ്രണ്ട് ലൈനിൽ വായിച്ചൊരു വാർത്ത ഓർമ്മ വരുന്നു. അതായത് IPS കാഡർ കിട്ടുന്ന കുറേ ആൾക്കാർ ഇവിടുത്തെ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് കേഡറിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണാറുണ്ട്. അപ്പം നിങ്ങളും IPSും IAS ഒക്കെ ആണ് ആഗ്രഹിക്കുന്നെങ്കിൽ, ആർ യു വില്ലിംഗ് ടു വർക്ക് ഇൻ എനിവെയർ ഇൻ ഇന്ത്യ? അങ്ങനെയാണ് നമ്മൾ വേണ്ടത് ശരിക്കും. അപ്പോൾ ഇതും ഒരു സംഭവമാണ്. ഛത്തീസ്ഗഡിൽ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഛത്തീസ്ഗഡ് ഓപ്പറേഷൻ. അപ്പോൾ ഇവിടെ നക്സലൈറ്റ്സ് കുറെ കാലത്തിന് ശേഷം വരുമ്പോൾ നമുക്ക് GS പേപ്പർ മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ GS പേപ്പർ 3 ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി റിമെമ്പർ നക്സലൈറ്റ്. അതേപോലെ ഇന്റേണൽ സെക്യൂരിറ്റിക്ക് വരുന്ന കുറേ ഇഷ്യൂസ് ഉണ്ട്. സോ എന്താണ് നക്സലിസം എന്ന കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ഹൂ ഇസ് എ നക്സലൈറ്റ്, അല്ലെങ്കിൽ വാട്ട് ഇസ് ദി ഐഡിയോളജി ഓഫ് എ നക്സലൈറ്റ്, വാട്ട് ഇസ് നക്സലിസം. അതേപോലെ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നക്സലിസം ആൻഡ് മാവോയിസം. രണ്ട് തോട്ടാണ്, ഐഡിയോളജി ആണെങ്കിലും ഇത് അറിഞ്ഞിരിക്കണം. ഇവിടെ പറയുന്നത് ഡെഫിനറ്റ്ലി ബസ്താർ എന്ന് പറയുന്ന ഒരു റീജിയൻ തന്നെയാണ് എപ്പോഴും നക്സൽ അറ്റാക്കിലേക്ക് വരുന്നത്. സോ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സസിന്റെ അറ്റാക്കിന് എൻകൗണ്ടർ ആണ്. സെക്യൂരിറ്റി ഫോഴ്സസ് ആൻഡ് മാവോയിസ്റ്റ് ബിക്കം ഫ്രീക്വന്റ്. 2024 തന്നെ ഒരുപാട് കൊല്ലപ്പെട്ടിരിക്കുന്ന മാവോയിസ്റ്റുകളുടെ എണ്ണമാണ് പറയുന്നത്. ഓൾമോസ്റ്റ് യു ക്യാൻ ചെക്ക്, ഓൾമോസ്റ്റ് ഒരു ക്ലോസ് ടു 100 ആൾക്കാരോളം. ഈ മാപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഛത്തീസ്ഗഡിലെ റായ്പൂർ, കൺകർ, ബസ്തർ, ദന്തേവാഡ, ബിജാപൂർ, നാരായൺപൂർ, ഇതൊക്കെ എപ്പോഴും ഫ്രീക്വന്റ്ലി ന്യൂസിൽ വരുന്നതാണ്. റെഡ് അലേർട്ട്, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും വിളിക്കാറുണ്ട് റെഡ് കോറിഡോർ എന്നൊക്കെ വിളിക്കും. ഇതും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. വാട്ട് ഡു യു മീൻ ബൈ എ റെഡ് കോറിഡോർ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നിന്ന് നമുക്ക് ഇന്ന് പെട്ടെന്ന് എടുക്കാനുള്ളത്. സോ നെക്സൽ അറ്റാക്സ് കൂടുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഇപ്പോഴും നെക്സൽസ് ഉള്ളത്, അല്ലെങ്കിൽ പണ്ടൊരു കാലത്ത് നെക്സലൈറ്റ്സ് വളരെ കൂടുതലായിരുന്നു. സോ വൈ ഡു യു തിങ്ക് ഈവൻ ദ നെക്സലൈറ്റ്സ് എക്സിസ്റ്റ് നൗ? വാട്ട് ഈസ് ദ മെയിൻ ഡിമാൻഡ് ദാറ്റ് ദേ ആർ പുട്ടിങ് ഇൻ? അത് ശരിക്കും ജെന്യൂൻ ആയിട്ട് ഡിമാൻഡ് ആണോ എന്നൊക്കെ നിങ്ങളൊന്ന് റിസർച്ച് ചെയ്യുന്നത് നല്ലതാണ്. ആൻഡ് അതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ബാക്കി കിസാൻ സ്കീമൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം നാഷണൽ പേജിലേക്ക് പോകുമ്പോൾ. അടുത്ത, ജയശങ്കർ ടു വിസിറ്റ് പാകിസ്ഥാൻ ഫോർ SCO. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒരു ഗ്രൂപ്പ് എന്ന രീതിയിൽ എന്താണ് SCO? പാകിസ്ഥാനിൽ വെച്ചാണ് നടക്കുന്നത്. 2015 ശേഷമാണ് ഒരു ഇന്ത്യൻ എക്സ്റ്റേണൽ മിനിസ്റ്റർ പാകിസ്ഥാനിൽ പോയി അറ്റൻഡ് ചെയ്യുന്നത്. ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട്, അങ്ങനെ പാകിസ്ഥാനായിട്ടുള്ള ഡയറക്റ്റ് മീറ്റിംഗ് ഒന്നുമില്ല. SCO, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഇതിലെ രാജ്യങ്ങളെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രിലിംസ് പെർസ്പെക്റ്റീവിലും മെയിൻസിലും നമ്മൾ നോക്കേണ്ടത് ഷാങ്ഹായ് കോർപ്പറേഷനിലെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് വളരെ കൃത്യമായിട്ട് നോക്കണം. പാകിസ്ഥാൻ മെമ്പർ ആണോ? ആയതുകൊണ്ടാണല്ലോ പാകിസ്ഥാൻ. ഇന്ത്യ മെമ്പർ ആണ്. ചൈനയുണ്ടോ? പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, റഷ്യ, ഇവരൊക്കെ ഉണ്ടോ? ഈ കൺട്രീസിന്റെ ലിസ്റ്റ് നിങ്ങൾ ഒന്ന് എഴുതിയെടുത്ത്, ഗൂഗിൾ ചെയ്തൊന്ന് എഴുതിയെടുത്ത് ഒരിക്കൽ പഠിച്ച് ലോക്ക് ചെയ്താൽ, അപ്പോൾ ഇതാണ് SCOയുടെ ഭാഗമായിട്ട് നടക്കുന്നത്. സോ ഇന്ത്യ ഇവിടെ, what is the main points that do you think India is going to put forward here? So number one point that India is making here will be proper working of the SAARC. കാരണം നമ്മൾ കേട്ടിട്ടുണ്ടാവും, സൗത്ത് ഈസ്റ്റ് അസോസിയേഷൻ, ഈ റീജിയൽ കോർപ്പറേഷന്റെ 2016 തൊട്ട് സാർക്ക് നടക്കുന്നില്ല. ഇന്ത്യ പാകിസ്ഥാനിന്റെ ഒരുപാട്. അപ്പോൾ ഇതും ഓട്ടോമാറ്റിക്കലി അടുത്തൊരു ചോദ്യം വരികയാണ്, സാർക്കിന്റെ മെമ്പർ കൺട്രീസ് ഏതാണെന്നും കൂടെ ഒന്ന് കണ്ടുപിടിക്കുക. ഈ സെക്ഷൻ നമ്മളിപ്പോൾ ഇത്രയും ന്യൂസ് പേപ്പർ അനാലിസിസ് ചെയ്യുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന സിവിൽ സർവീസിന്റെ കറണ്ട് അഫയേഴ്സ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബെറ്റർ ദാറ്റ് നമ്മൾ ഒരു ദിവസത്തെ പേപ്പർ വളരെ പെട്ടെന്ന് ഹാഫ് ആൻ അവറിലാണ് ഓൾമോസ്റ്റ് വായിച്ചു തീർക്കുന്നത്. ഇതിൽ നമ്മൾ പറയുന്ന മേജർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ സാർക്ക് പറഞ്ഞു, SCO പറഞ്ഞു. ഒരിക്കലും വിചാരിക്കരുത് ആരെങ്കിലും നമുക്ക് ഇതൊക്കെ കണ്ടുപിടിച്ച് തരും, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ നിന്ന് തന്നെ വരുമ്പോൾ ഞാനിത് എഴുതിയെടുക്കാം എന്ന് വിചാരിക്കരുത്. ഈ കിട്ടുന്നതാണ് ന്യൂസ് ലീഡ്സ്. ഈ ലീഡ്സ് ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ പെർസ്യൂ ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് ആർ റെസ്പോൺസിബിലിറ്റി ടു ഗോ ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഈ സംഭവങ്ങളെ കുറിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് UPSCയുടെ ഉത്തരവാദിത്തമാണ്.
ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു പരീക്ഷയ്ക്ക് കിട്ടുന്ന സിവിൽ സർവീസിന് നമ്മൾ പത്രം കറക്റ്റായിട്ട് വായിക്കാത്തതുകൊണ്ടാണ്. ഞാൻ കണ്ടു ഏതൊക്കെയോ വീഡിയോ കണ്ടു കറക്റ്റായിട്ട് ന്യൂസ് പേപ്പർ ഒന്നും വായിക്കൊന്നും വേണ്ട, ചുമ്മാ പഠിച്ചാൽ മതി എന്നല്ല. അതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായമാണ്. പക്ഷെ എനിക്ക് ആസ് എ ഗുഡ് ആസ്പിരൻറ്റ്, നമ്മൾ നല്ലോണം പഠിക്കുന്ന ഒരു ആസ്പിരന്റ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ആസ്പിരന്റ് എന്ന രീതിയിൽ പ്രിലിംസിനും മെയിൻസിനും ന്യൂസ് പേപ്പറിനകത്ത് സഹായിക്കുന്ന വേറൊരു കാര്യമില്ല. പക്ഷെ ഡെയിലി ഇതേപോലെ വളരെ കൃത്യമായിട്ട് നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ എടുത്താൽ മതി. ഇപ്പം നമ്മുടെ ന്യൂസ് ലീഡ്സ് സാർക്ക്, എന്തുകൊണ്ടാണ് സാർക്ക് നിന്നുപോയത്, അല്ലെങ്കിൽ സാർക്ക് എത്രത്തോളം ബെറ്റർ ആയിരുന്നു. അപ്പോൾ ഈ ആസ്പെക്റ്റുകളെല്ലാമാണ് ഈ പേപ്പറിൽ, ഈ ആർട്ടിക്കിൾസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സോ അതും ഒന്ന് കൃത്യമായിട്ട് നോക്കിയിരുന്നാൽ ഇറ്റ് വിൽ ബി എ ഗുഡ് പോയിന്റ്. ആൻഡ് സുപ്രീം കോടതി പുതിയ SIT ടീം CBI ഓഫീസേഴ്സിനെ വെച്ചിട്ട് തിരുപ്പതി ലഡുവിനെ കുറിച്ചിട്ട്, അപ്പോൾ ഈ ഇഷ്യൂ എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കണം. തിരുപ്പതി ലഡുവിൽ ആനിമൽ ഫാറ്റ് ഉപയോഗിച്ചു. നമ്മൾ പൊളിറ്റിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ തള്ളിക്കളയരുത്. തിരുപ്പതി ലഡുവിൻ്റെ ഇഷ്യൂ എന്താണെന്നുള്ളത് ഓർത്തിരിക്കുക. ഞാൻ അന്നും പറഞ്ഞു GI ടാഗ് ഒക്കെ ഉള്ളതാണ്. സോ പ്ലീസ് ബി അവെയർ അബൌട്ട് ദാറ്റ് ഇഷ്യൂ. അപ്പോൾ അതാണ് ഇനി അടുത്തത്. ഇന്നും തന്നെ ഡെഫിനറ്റ്ലി ദളിത് ഫാമിലിയുടെ കില്ലിങ്, അങ്ങനെ ഇങ്ങനെ ദളിത്സിന്റെ റൈറ്റ്സ് എപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്. പിന്നെയുള്ള എല്ലാം ഇതേപോലത്തെ ലോക്കലായിട്ടുള്ള സ്റ്റേറ്റ് ന്യൂസസ് ആണ്. അവിടെ പോലീസ് കള്ളനെ വെടിവെച്ചു എന്നൊക്കെ പറയുന്ന വാർത്തകളും ഓക്കെ, അങ്ങനത്തെ കുറച്ച് വാർത്തകളാണ്. നമുക്ക് UPSC പെർസ്പെക്റ്റീവിൽ ഒന്നും ഇൻസ്പയർ ചെയ്യാനുള്ള സാധനങ്ങൾ ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. പിന്നെ നോ ടോയ്ലറ്റ് ടാക്സ് ഇൻ ദ സ്റ്റേറ്റ്, BJP മേക്കിംഗ് ഫോൾസ് ക്ലെയിം സേസ് ഹിമാചൽ പ്രദേശ് ചീഫ് മിനിസ്റ്റർ. അങ്ങനെ ഒരു ടാക്സ് ഉണ്ടോ? ടോയ്ലറ്റ് ടാക്സ്, അങ്ങനെ ടാക്സ് ഇല്ല എന്നാണ് പറയുന്നത്. ഇനി അങ്ങനെ ഒരു ടാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ടോയ്ലറ്റ് ടാക്സ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ടാക്സ് ഉണ്ടാവാതിരിക്കട്ടെ, കാരണം അതൊക്കെ ഒരു ബേസിക് നമ്മുടെ ഹ്യൂമൻ റൈറ്റും കൂടെ ആണല്ലോ. പിന്നെ ഹത്ര സ്റ്റാമ്പീഡ് കീ അക്യൂസ്ഡ്, ഇത് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഈ ഹത്ര സ്റ്റാമ്പീഡ് എന്ന് പറയുന്നത്. വേറൊന്നുമല്ല, എനിക്ക് തോന്നുന്നു ഏതൊരു ഭോലെ ബാബ, ഒരു വലിയൊരു സെൽഫ് സ്റ്റൈൽ ഗവൺമെന്റിന്റെ പ്രോഗ്രാമാണത്. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 80,000 പേരെയൊക്കെ ഇരുത്താൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഒരു ഹാളിൽ, ഒരു വലിയൊരു ഇതിന് ഏതാണ്ട് 2.5 ലക്ഷം 3 ലക്ഷം ആൾക്കാരാണ് ആ പരിപാടി വന്ന് എല്ലാവരും കൂടെ സ്റ്റാമ്പീഡിൽ മരിച്ചത്. അപ്പം ഇത് ഈ ഹത്ര സ്റ്റാമ്പീഡ്, അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവം. പിന്നെ ജൂനിയർ ഡോക്ടേഴ്സ് വിഡ്രോ സീസ് വർക്ക്. ഈ മെഡിക്കൽ കോളേജും ഈ കോളേജും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം കൊൽക്കത്തയിലെ ആ ഇഷ്യൂ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, ഡോക്ടറിനെ റേപ്പ് ചെയ്ത് കില്ല് ചെയ്തത്. സോ അതിനുശേഷം റൈറ്റ്സ് കറക്റ്റായിട്ട് ഡോക്ടേഴ്സ് പലരും സ്ട്രൈക്കാണ്, യങ് ഡോക്ടേഴ്സ് സ്ട്രൈക്കിലാണ്. വേണ്ടത്ര ഫെസിലിറ്റീസും സെക്യൂരിറ്റിയും ഒന്നും തന്നില്ലെങ്കിൽ നമ്മൾ ആ ഒരു ലെവലിൽ ഈ സ്ട്രൈക്ക് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് അതിൽ പറയുന്നത്. സോ ഇതിനകത്ത് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഇതിനകത്ത് ഇപ്പോൾ എല്ലാവരും ഇടപെടുന്നുണ്ട്, ഗവൺമെന്റും സീനിയർ എല്ലാവരും ഇതിനകത്ത് വളരെ സീരിയസ് ആയിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുണ്ട്, ഡോക്ടേഴ്സിന്റെ സ്ട്രൈക്കും ഇതിൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെയുള്ളത് തമിഴ്നാടിന്റെ എക്സാമ്പിളിലേക്ക് ശരത് പവാർ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ന്യൂസിൽ വരാറുണ്ട്, ഒന്നില്ലെങ്കിൽ ഇലക്ഷൻ സിമ്പിൾ. ഇപ്രാവശ്യം പറയുന്നത് കോട്ട, മഹാരാഷ്ട്രയിലെ കോട്ട ഇൻക്രീസ് ചെയ്യണം, റിസർവേഷൻ ഓൾമോസ്റ്റ് 75% ആക്കണം എന്നാണ് തമിഴ്നാടിനെ പോലെ പറയുന്നത്. അപ്പോൾ ഇതിനെ വാദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. 75% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 25% മാത്രമേ ജനറൽ കാൻഡിഡേറ്റ്സിന് ഉള്ളൂ, ബാക്കിയെല്ലാം റിസർവ്ഡ് ആണ്. ഈ 75-ൽ ഡെഫിനറ്റ്ലി EWSും കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ റിസർവേഷൻ സിസ്റ്റത്തിനെ കുറിച്ചിട്ടും നിങ്ങൾ നല്ലോണം നിങ്ങളുടെ ഇത് പരീക്ഷയ്ക്ക് വേണ്ടി ഒന്നുമല്ല, പക്ഷെ ഒരു മെയിൻസ് പെർസ്പെക്റ്റീവിലും അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ പെർസ്പെക്റ്റീവിനൊക്കെ ഇന്ത്യയിലെ റിസർവേഷൻ സിസ്റ്റത്തിന്റെ സ്റ്റാറ്റസ് എന്താണ്, അതെങ്ങനെ കൊടുക്കണം, ഇപ്പോഴും ജസ്റ്റിസ് ഉണ്ടോ അല്ലെങ്കിൽ ഇത് കൊടുക്കേണ്ടതൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ശരിക്കും ഒന്ന് അനലൈസ് ചെയ്യണം. അത് നിങ്ങൾക്ക് വേണ്ടി വിട്ടുതരികയാണ്. 78% അല്ലെങ്കിൽ 75% ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും റിസർവേഷൻ വരിക, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതിന് എന്തെങ്കിലും പ്രൊവിഷൻ ഉണ്ടോ എന്നുള്ളതും കൂടെ നന്നായിട്ട്. പിന്നെ ഡെഫിനറ്റ്ലി FIR ലോഞ്ച് അഗൈൻ ട്രയോ. ഇനിയും നമ്മൾ എത്ര കണ്ടാലും ഇന്ത്യയിൽ ഓരോ ദിവസവും 2-3 ദിവസം കൂടുമ്പോഴെങ്കിലും ഒരു ഗ്യാങ് റേപ്പ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു വലിയൊരു സൊസൈറ്റൽ ഇഷ്യൂവും കൂടാണ്. എന്തുകൊണ്ടാണ് എപ്പോഴും കാണാം ഇതേപോലെ അതിലുണ്ടായിരുന്ന ആ പെൺകുട്ടിയുടെ കൂടെയുള്ള ഒരാളെ ഹി വാസ് ടൈഡ് ആൻഡ് ഹി വാസ് അസോൾട്ടഡ്. സോ ദിസ് ഇസ് നോട്ട് ദ ഫസ്റ്റ് ടൈം. അഗെയിൻ ഇതൊരു വലിയൊരു ആപത്തും കൂടാണ്. ഇതിങ്ങനത്തെ വാർത്തകൾ വായിക്കുന്നത് തന്നെ ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ് നമുക്ക്. സോ പിന്നെ ഇതിനകത്തുള്ളത് എഹെഡ് ഓഫ് പോൾ മറാഠിക്ക് ഞാൻ ഇന്നലെ നമ്മൾ ന്യൂസിൽ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പോയിന്റ് എന്ന് പറയുന്നത് ക്ലാസിക്കൽ ലാംഗ്വേജസ് ആയിരുന്നു. എങ്ങനെയാണ് ക്ലാസിക്കൽ ലാംഗ്വേജ്, അതിൽ മറാഠി, ഇതിനകത്തൊക്കെ ഒരുപാട് ലാംഗ്വേജസിന് ക്ലാസിക്കൽ ലാംഗ്വേജ് ഉണ്ട്. സോ ക്ലാസിക്കൽ ലാംഗ്വേജ് മറാഠിക്ക് കിട്ടുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. ഇനിയിപ്പോൾ ഒരുപാട് ഫണ്ടിങ് കിട്ടും, കാരണം മറാഠിയിലേക്ക് കൺവേർഷൻസും ട്രാൻസ്ലേഷൻസ് ഒക്കെ നടക്കുമല്ലോ, ഇതിന്റെ റിസർച്ചിന് വേണ്ടിയും ഇതിനൊക്കെ ഒരുപാട് പൈസ വരും. സോ ഡെഫിനറ്റ്ലി അതിന്റെ ഒരു കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. എല്ലാവരുടെ അഭിപ്രായമാണ് മറാഠിക്ക് ഒരു സ്റ്റേറ്റ് സ്റ്റാറ്റസ് കിട്ടിയത് എന്ന് പറയുന്നത് പോലും, ക്ലാസിക്കൽ സ്റ്റാറ്റസ്. അപ്പോൾ അതാണ് ഇതിനകത്ത് മെയിനായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഓൾ സെന്റിമെന്റ്സ് കൺസിഡറിങ് ഇൻസ്റ്റാളിംഗ് ലക്ഷ്മി ബായ്
സ്റ്റാച്ചു ആണ്, അത് ഡൽഹിയിൽ ഒരു ചെറിയ സ്ഥലത്ത് ചെയ്യുന്നതാണ്. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ലോകായുക്ത. ഈ മൂഡ കേസ് ഡെഫിനറ്റ്ലി ഇപ്പോഴും നടക്കുകയാണ്. മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി കഴിഞ്ഞ കുറേ ദിവസമായിട്ട് എന്താണ് മൂഡ ലാൻഡ് എടുക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷെ അതിനകത്ത് നമുക്കിവിടെ കാണേണ്ടത് പൊളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് ലോകായുക്ത എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. നമുക്ക് ലോക്പാൽ, നമ്മുടെ സ്റ്റേറ്റ് ലെവലിൽ വിജിലൻസ് കറപ്ഷൻ ഒക്കെ ചെയ്യുന്ന ഏജൻസി ലോകായുക്തയുടെ പവർ എന്താണ്, ലോകായുക്ത ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ലോകായുക്തയുടെ ഫംഗ്ഷനിങ് എന്നുള്ളതും കൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. സോ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ നമ്മൾ എഴുതിയെടുത്തിട്ട് നമ്മൾ ഇതിനു വേണ്ടി സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. കുറച്ച് ടൈം മതി, കുറച്ച് ടോപ്പിക്കായിട്ട് നമ്മൾ ഡെയിലി പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ഇതേ ടോപ്പിക് തന്നെ വരിക, പിന്നെ നമ്മൾ അത്രയും പഠിച്ചു കഴിയും. സോ ഇത് ചെയ്യാൻ പറ്റട്ടെ. ഇനി അടുത്തത് സൗത്ത് ഇന്ത്യൻ പേജാണ്. നമ്മൾ മേജറായിട്ട് സൗത്ത് ഇന്ത്യൻ പേജസിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. ഇതിൽ 2-3 കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് വയനാടിൻ്റെ ഇഷ്യൂ ആണ്. വയനാടിൻ്റെ ഇഷ്യൂവിൽ ഇത് പ്രധാനമായിട്ടും അമിക്കസ് ക്യൂറി, നമ്മൾ അന്ന് പറഞ്ഞതാണ് കേരള ഹൈക്കോർട്ടിൻ്റെ അമിക്കസ് ക്യൂറി, നിങ്ങൾ സിനിമയിൽ കേട്ടിട്ടുണ്ടാവും, ഫ്രണ്ട് ഓഫ് ദ കോർട്ട്. അപ്പോൾ അമിക്കസ് ക്യൂറിയുടെയും കേരള ഹൈക്കോടതി യൂണിയൻ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ചോദിച്ചാണ് വയനാടിൻ്റെ ഇത് കഴിഞ്ഞതിന് ശേഷം വയനാടിൽ നിന്നുള്ള നമ്മുടെ സപ്പോർട്ട്, ഫിനാൻഷ്യൽ എയ്ഡ് എവിടെ പോയി? ഇത് കേരള ഗവൺമെന്റിന്റെ പൈസ എന്ത് ചെയ്തു എന്നുള്ളതല്ല. NDRF നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സും പ്രൈം മിനിസ്റ്റേഴ്സിന്റെ റിലീഫ് ഫണ്ട് ഉണ്ടല്ലോ, ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത്. പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ട്, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഇതിന്റെ ശേഷം വയനാട് ഇത്രയും വലിയ സംഭവം നടന്നു. അപ്പോൾ ഒരു ഫണ്ടിങ് ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടേണ്ടതാണ്. ഇവിടുത്തെ കാര്യങ്ങളുള്ള ഈ ഫണ്ടിങ് എന്തിനാണ് കേരളത്തിൽ, ഇത് ഫണ്ടിങ്ങിന്റെ ഡിലേ എന്തുകൊണ്ട് സംഭവിക്കുന്നു? തൊട്ടടുത്ത സ്റ്റേറ്റ്സിൽ പറയുന്നുണ്ട്, തമിഴ്നാട് പോലത്തെ അല്ലെങ്കിൽ അടുത്ത സ്റ്റേറ്റുകളിലെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നാഷണൽ ഡിസാസ്റ്ററിൽ കിട്ടിയിട്ടുണ്ട്. കേരളത്തിന്റെ കാര്യത്തിൽ എന്താണ് ഫണ്ട് കിട്ടാത്തതെന്നുള്ള ചോദ്യം ഇവിടെ വളരെ കൃത്യമായിട്ട് അവർ ഉന്നയിക്കുന്നുണ്ട്. സോ ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് ദേ ആർ ആക്ച്വലി പുഷിംഗ് വെരി ഹാർഡ്. Tamil Karnataka, Telangana had been all allocated significant amount from the NDRF even without waiting for final assessment of damage. ഇവിടെ നിയമപരമായിട്ട് ഡാമേജ് ഒക്കെ അസസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു? അപ്പോൾ എന്താണ് ഈ PMNRF, NDRF? അത് ഒബ്വിയസ്ലി നമുക്ക് അറിയുന്നതാണ് എന്നുള്ളതാണ് ഈ വാർത്ത ഇവിടെ പറയുന്നത്. പിന്നെ UPSCയുടെ സ്കീംസ് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. PM to release കിസാൻ സ്കീം ഫണ്ട്സ് ടുഡേ. എന്താണ് ഈ കിസാൻ സ്കീം? ഇവിടെ PM കിസാൻ എന്ന് പറയുന്നത്, ഇതിനകത്ത് നമ്മൾ ഓൾറെഡി ഇത്തരം സ്കീമുകളൊക്കെ പരീക്ഷയ്ക്ക് പ്രിലിംസിന് ചോദിക്കാറുണ്ട്, അതുകൊണ്ട് ഓർത്ത് വെക്കുക. PM കിസാൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയാണ്. സോ ഓവർ 9.4 crore ഫാമേഴ്സിനാണ് ഇത് റിസീവ് ചെയ്യുന്നത്. 2000 രൂപ അവരുടെ അക്കൗണ്ടിൽ അയച്ചു കൊടുക്കുകയാണ്. സോ 2000 രൂപ അവർക്ക് അയച്ചു കൊടുക്കുകയാണ്. സോ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഇത് ഇലക്ഷൻ ഇതൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം, പക്ഷെ എന്നാലും അഗ്രികൾച്ചർ മിനിസ്ട്രി പറയുന്നത് 2.5 കോടി ഫാമേഴ്സിന് വിൽ ജോയിൻ ദി ഇവന്റ്. ആൻഡ് ഇത് തുടങ്ങിയിരിക്കുന്നത് എന്തിനാണ്? 2019 ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 6000 രൂപ ആനുവലി ലാൻഡ് ഹോൾഡിംഗ് ഫാമേഴ്സ് ഇൻ 3 ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. 2000 രൂപയുടെ 3 ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ടാണ് ഇത് കൊടുക്കുന്നത്. ദ ടോട്ടൽ ഡിസ്ബേഴ്സ്മെന്റ് അണ്ടർ ദ സ്കീം വിൽ എക്സീഡ് 3.4 crore lakhs. അപ്പോൾ ഫാമേഴ്സിന് വേണ്ടിയാണ് ഈ PM കിസാൻ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്കീമിനെ കുറിച്ചിട്ടും എന്താണ് PM കിസാൻ എന്നുള്ളത് ഒരു പക്ക ടിപ്പിക്കൽ പ്രിലിംസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്താണ് ഇതിന്റെ പ്രൊവിഷൻസ് എന്താണെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യങ്ങൾ നമുക്ക് കിട്ടുന്ന സംഭവമാണ്. പിന്നെ ഡെഫിനറ്റ്ലി നമ്മൾ അറിയില്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ട ഒരു സംഭവമാണ് കൃഷി വിജ്ഞാൻ കേന്ദ്രാസ്. എന്താണ് ഈ കൃഷി വിജ്ഞാൻ കേന്ദ്രാസ് എന്നുള്ളതും കൂടെ കണ്ടുപിടിച്ചാൽ വളരെ നല്ലതായിരിക്കും. സോ ഇതാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് എഡിറ്റോറിയൽസിലേക്ക് കടക്കാം. എഡിറ്റോറിയൽസിൽ എനിക്ക് തോന്നുന്നു 2 ഇമ്പോർട്ടൻറ്റ് എഡിറ്റോറിയൽസ് വളരെ വളരെ നല്ല എഡിറ്റോറിയലാണ്. ആദ്യത്തെ എഡിറ്റോറിയൽ തന്നെ ഇതിനകത്ത് പറയുന്നത് വളരെ ഷോർട്ടായിട്ടാണ് പറയുന്നത് കേട്ടോ. കാസ്റ്റ് ഇൻ ജയിൽ, അത് ഇന്നലെയും ഇതിനെക്കുറിച്ച് വന്നതാണ്, വലിയ സ്റ്റഡീസ് വന്നതാണ്. അതായത് ജയിലിൽ പോലും കാസ്റ്റ് കോളംസ് റിമൂവ് ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത്, അല്ലെങ്കിൽ കോടതി ഇതൊക്കെ പറയുന്നത്. കാരണം ജയിലിൽ ലോവർ കാസ്റ്റ് അല്ലെങ്കിൽ SC ST ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിലും താഴെയുള്ള മറ്റ് ലോവർ കാസ്റ്റ് ആൾക്കാരെയൊക്കെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മാനുവൽ സ്കാവഞ്ചിങ്, മോശപ്പെട്ട ജോലികൾ ജയിലിൽ തന്നെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ നടത്തുകയാണ്. സോ ഇത് തന്നെ നമുക്ക് കാണാൻ പറ്റും. കോൺസ്റ്റിറ്റ്യൂഷൻ എതിരല്ലേ? കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ആർട്ടിക്കിളാണ് ഫോഴ്സ്ഡ് ലേബർ പാടില്ല എന്ന് പറയുന്നത്? വെരി ഇമ്പോർട്ടൻറ്റ്, അതൊന്ന് കണ്ടുവെച്ച്. ഈ ആർട്ടിക്കിൾ ഉണ്ട്, ഫോഴ്സ്ഡ് ലേബർ പാടില്ല. അഗൈൻ ആർട്ടിക്കിൾ 17 വയലേഷനാണ്, അൺടച്ചബിലിറ്റിയുടെ വയലേഷനാണ്. സോ വെർ ഇസ് forced labor coming in? What is the provision for that? Kindly find out that. And again, habitual offenders എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഡീനോട്ടിഫൈഡ് ട്രൈബ്സ്. പണ്ട് തൊട്ടേ ബ്രിട്ടീഷ് സമയം തൊട്ട് certain കാസ്റ്റുകളെ അവർ ക്രിമിനൽ കാസ്റ്റ് എന്ന് വിളിച്ചതുകൊണ്ട് അതിന്റെ സ്റ്റിഗ്മ ഇപ്പോഴും അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. ഇവർക്ക് കൂടുതൽ ശമ്പളം,
ഹയർ കാസ്റ്റ് ആയിട്ടുള്ള ജയിലിലെ ആൾക്കാർക്ക് പണിയെടുക്കണ്ട, അല്ലെങ്കിൽ കൂടുതൽ പണി ഇവരെടുക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ സൊസൈറ്റി ആംഗിളിലും കൂടെ ജയിലിൽ ഒരുപാട് വരുന്നുണ്ട്. അതാണ് ഇത് പറയുന്ന മെയിൻ ആർട്ടിക്കിൾ. ഇൻ ഗാസ ഇറ്റ് ഇസ് എ ബാറ്റിൽ ഓഫ് സർവ്. ഇതൊരു കഥയാണ്. അതിപ്പോൾ നമ്മൾ വായിച്ചില്ലെങ്കിലും നമുക്കൊന്നും സംഭവിക്കില്ല, കാരണം ഈ ഗാസയുടെ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഈ ആർട്ടിക്കിൾ, ഈ എഡിറ്റോറിയൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ജിയോഗ്രഫിക്ക് പറ്റിയ നല്ല കുറച്ച് ചോദ്യങ്ങളുണ്ട് ഇതിനകത്ത്. എസ്പെഷ്യലി നമ്മൾക്ക് ലാനീന എന്നൊക്കെ പറയുന്നത് എന്താണ്, ലാനീന, അതിന് ഇന്ത്യയുടെ എഫക്റ്റ് എന്താണെന്ന് മാത്രമല്ല, ഈ പറഞ്ഞ സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂണും വളരെ വളരെ ജിയോഗ്രഫിയിൽ എന്താണ്. ഇപ്പോൾ സൗത്ത് വെസ്റ്റ് മൺസൂണ് 8%, സൗത്ത് വെസ്റ്റ് മൺസൂൺ ഹാസ് എൻഡഡ് ഓൺ ഓപ്റ്റിമിസ്റ്റിക് നോട്ട്. 8% കൂടുതൽ മഴ കിട്ടി എന്ന് പറയുന്നുണ്ട്, IMD പറയുന്നുണ്ട്, ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ആദ്യം അടുത്തത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആണ്. അപ്പോൾ ഇത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് തന്നെയാണ്. കാരണം സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂണും എങ്ങനെയാണ് ഇന്ത്യയുടെ ക്ലൈമറ്റിനെ എഫക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യൻ കോസ്റ്റ് നോക്കിയാൽ തന്നെ എങ്ങനെയാണ് ഇത് എഫക്ട് ചെയ്യുന്നത്. ഇനി അടുത്തതുണ്ട് ആന്ധ്രാപ്രദേശ്, തമിഴ്നാടു, പാർട്സ് ഓഫ് കേരള ആൻഡ് കർണാടക. നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആണ് ഇവിടെ നിന്ന് വരുന്ന നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആണ് ഇവർക്ക് കിട്ടുക. കാരണം ആ റീജൻസ് അങ്ങനെയല്ല. അപ്പോൾ ഇതിന്റെ റീജൻസ് എന്താണ്, ഇതിന് ബന്ധപ്പെട്ട ജോഗ്രഫിക്കൽ ആസ്പെക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചു. ഈ ഒരു എഡിറ്റോറിയൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അത് വായിക്കാൻ സമയം ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചിട്ട് ഈ മെയിൻ പോയിന്റ് മാത്രം എഴുതിയെടുത്താൽ മതി. അതേപോലെ തന്നെ ഈ എഡിറ്റോറിയലും എനിക്ക് എൻവയോൺമെന്റ് പെർസ്പെക്റ്റീവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നി. കേരളത്തിന് എമർജൻസി ആയിട്ട് തന്നെ ഒരു റിസ്ക് സോൺസ് ഐഡന്റിഫൈ ചെയ്യണം. ഇത് മൊത്തം പറയുന്നത് ലാൻഡ് സ്ലൈഡ് ഇൻവെന്ററി മാപ്പ് വേണമെന്നാണ്. അങ്ങനെ ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്യണം. കാരണം കേരളത്തിലെ ക്ലൈമറ്റ് ചേഞ്ച് വളരെ സീരിയസ് ആയിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കേരളത്തിൽ പല ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാരണം അറേബ്യൻ സീയിൽ ഉണ്ടാവുന്ന പ്രശ്നം, സൈക്ലോണിന്റെ ഒരു സാധ്യത, ലാൻഡ് സ്ലൈഡ്, വയനാടിന്റെ ഒക്കെ കാര്യം വളരെ ഫ്രജൈൽ ആയിട്ടാണ് അത് നിൽക്കുന്നത്. വേണ്ട രീതിയിൽ ഇപ്പോഴും ഹാൻഡിൽ ചെയ്യുന്നില്ല. ഏത് സമയം ഇനി അടുത്ത ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടാകാം. അപ്പൊ അത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെയാണ് ഇതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നത്. സോ ഇതും ഇങ്ങനത്തെ ആസ്പെക്റ്റിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഈ പറഞ്ഞതാണ് ഇതിലെ മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് പിന്നെ ഗ്രൗണ്ട് സീറോ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ, ഇന്ത്യ മൊത്തം അറിഞ്ഞു. ഇപ്പോൾ തൃശ്ശൂർ നടന്ന്, ഇപ്പം നമ്മൾ തൃശ്ശൂർ ആയതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഇത് തൃശ്ശൂർ നടന്ന് ATM കവർച്ച, അല്ലെങ്കിൽ ATM ഫ്രോഡ്, അല്ലെങ്കിൽ ATM ആ ഒരു മേർഡർ, തമിഴ്നാട് പോലീസൊക്കെ വന്ന സംഭവങ്ങൾ, അതൊരു നിങ്ങൾക്കൊരു പോലീസ് സ്റ്റൈൽ സാധനങ്ങളൊക്കെ വായിക്കാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ഹൈ, if you're getting some high, reading some crime articles, maybe when you have time you can just think of reading this article. That's it. TV-യിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വെരി ക്വിക്ക്ലി നമുക്ക് ഇമ്പോർട്ടൻ്റ്ലി അടുത്ത ഇതിലേക്ക് പോവാം. വളരെ രസകരമായിട്ട്, ഐ മീൻ, ആൾക്കാരെ ട്രൈബൽ MLA-മാർ കണ്ടോ, നമ്മുടെ നിയമസഭയിൽ നിന്ന് അപ്പുറത്തെ മതിൽ വഴി 3rd ഫ്ലോറിലേക്ക് കുറെ MLA-മാർ ചാടി. രാവിലെ പത്രം വായിക്കുമ്പോൾ നമുക്ക് ചിരി വരുന്നത്. കാരണം അത് പറയുന്നത് വെച്ചാൽ അവരെല്ലാം ട്രൈബൽ MLA-മാരാണ്, ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന MLA-മാരാണ്. കാരണം ട്രൈബൽ സ്റ്റുഡൻസിന് സ്റ്റേറ്റ് ഗവൺമെന്റ് ജോബുകൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ല. അതിന്റെ പ്രൊട്ടസ്റ്റിന് അറ്റൻഷൻ ഡ്രോ ചെയ്യാൻ വേണ്ടിയാണ് എല്ലാവരും കണ്ടോളൂ എന്ന് പറഞ്ഞിട്ടാണ് ട്രൈബൽ MLA-മാർ ബിൽഡിങ്ങിന്റെ പുറത്തുനിന്ന് എടുത്ത് ചാടുന്നത്. ഇവിടെ നെറ്റ് ഉള്ളതുകൊണ്ട് കൊള്ളാം, പക്ഷെ എല്ലാവരും എടുത്ത് ആ നെറ്റിലേക്ക് ചാടി. സോ അതിൽ കൂടുതൽ ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ രസകരമായിട്ടൊന്നും തോന്നുന്നില്ല. അപ്പൊ അതൊരു maybe you can it's just maybe for fun, maybe understand this. അത് അവര് നമ്മൾ എന്താ കൊടുക്കാന്ന് വെച്ചാൽ ഇതിൽ എടുത്തു പറയേണ്ട നമുക്ക് UPSCക്ക് വേണ്ട ഒരു പോയിന്റും കൂടെ ഇതിനകത്തുണ്ട്. എന്താണ് പെസ അറിഞ്ഞിരിക്കണം. കാരണം പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ടു ഷെഡ്യൂൾഡ് ഏരിയാസ് പെസ ആക്ട്. ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കാറുണ്ടോ? പ്ലീസ് സമയം, നമ്മളെല്ലാം ഇപ്പം നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ കോഴ്സിൽ നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും മേജറായിട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, നമുക്ക് എല്ലാം ചെയ്യുന്നതിന് ഒരു ഡിഫിക്കൽട്ടി ഉണ്ട്. പക്ഷെ നിങ്ങൾ ഫുൾ ടൈം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. പെസ എന്താണെന്നൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് അത് എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു എന്നുള്ള നോട്ടെങ്കിലും ഒന്ന് എഴുതിയെടുക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് പിന്നെ അതിനകത്തുള്ളത് പിന്നെ സോനം വാങ്ചുക്കിന്റെ ഇന്റർവ്യൂ ആണ്. ആൾ പറയുന്നത്, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ അന്നും കണ്ടല്ലോ. ലഡാക്കിന് സ്റ്റേറ്റ്ഹുഡ് വേണം, 6th ഷെഡ്യൂളിൽ ആഡ് ചെയ്യണം, ലഡാക്കിന് കൂടുതൽ പവർ കൊടുക്കണം. അപ്പൊ ഞാൻ ഇനിയും പറയുന്നു, എന്താണ് 6th ഷെഡ്യൂൾ എന്നുള്ളതും കൂടെ ഇതിൽ വളരെ കൃത്യമായിട്ടുണ്ട്. അത് നമ്മൾ ഇതും കണ്ടുപിടിക്കണം. എന്താണ് 6th ഷെഡ്യൂൾ, എന്താണ് അങ്ങനെ കിട്ടുന്ന പ്രൊവിഷൻ, ഇതാണ് കൂടുതൽ പ്രൊവിഷൻസ് ആണ് അതിൽ കിട്ടുന്നതെന്നുള്ളതും കൂടെ പറയുന്നുണ്ട്. പിന്നെ ഈ RG കാർ ഹോസ്പിറ്റലിലെ ചലഞ്ച് ഇപ്പോഴും കേസിൽ വന്നുകൊണ്ടിരിക്കും. ആ കോളേജിലെ പ്രിൻസിപ്പളോട്ട് എല്ലാവരും ഇതിൽ കേസിൽ ഇടപെട്ടിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഇതിനകത്തുള്ളത്
UPSC ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് സംഭവങ്ങളുള്ളത് the Public Accounts Committee of Parliament has decided to review the functioning of top regulatory authorities and has called SEBI try and ഇതിൽ പറയുന്നത് അപ്പോൾ ഇത് അടുത്ത ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്, പരീക്ഷയ്ക്കും നമുക്ക് വരാൻ സംഭവമുള്ളൊരു ഏരിയ ആണ്. എന്താണ് ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, ഇതിൻ്റെ ഫംഗ്ഷനിങ് എന്താണ്? നമ്മൾ പാർലമെന്ററി കമ്മിറ്റീസും കാര്യങ്ങളൊക്കെ പഠിക്കുമെങ്കിലും പത്രത്തിൽ വരുന്നത് ഡെഫിനറ്റ്ലി നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, ആരാണ് ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരുന്നാൽ ഇറ്റ്സ് വെരി ഗുഡ്. സോ അതും ഒന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് അതാണ് അതിൽ ചെറിയൊരു വാർത്ത, അതാണ് നമ്മൾ അതിനകത്ത് മേജറായിട്ട് കണ്ടത്. പിന്നെ ഉള്ളത് നമുക്ക് അടുത്ത് നോക്കേണ്ടത്, യെസ്, മോഡി സേസ് കോൺഫ്ലിക്ട് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എനർജി സെക്യൂരിറ്റി. ഈ പറയുന്ന നമ്മളിപ്പോൾ വെസ്റ്റ് ഏഷ്യ, ഇറാൻ, ഇസ്രായേൽ ഇവരെല്ലാം നടക്കുന്ന മേജർ സ്ഥലങ്ങളെല്ലാം, റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്നതെല്ലാം എനർജി സെക്യൂരിറ്റി, എനർജിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇന്ത്യ ഇസ് മോർ ദാൻ 85% ഡിപ്പെൻഡൻറ്റ് ഓൺ ഇമ്പോർട്ട്സ് ഓഫ് ക്രൂഡ് ഓയിൽ വിച്ച് ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഫ്യൂൽസ് ലൈക്ക് പെട്രോൾ ആൻഡ് ഡീസൽ ആൻഡ് ഹാഫ്. സോ ബൾക്ക് ഓഫ് ദീസ് കം ഫ്രം വെസ്റ്റ് ഏഷ്യ. നമ്മളിതെല്ലാം പറയുമ്പോൾ ഇവിടെയൊക്കെ ഇറാനിൽ പ്രശ്നം, യുക്രൈനിൽ പ്രശ്നം, റഷ്യയിൽ പ്രശ്നം, ഇസ്രായേലിൽ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ട്രേഡ് is not only trade of whatever things we are dependent on a lot of other countries, it's actually come to a halt. It's actually come to a grinding halt എന്നാണ് പറയുക. അപ്പോൾ അത്രയും അധികം നമ്മൾ 85% വരെ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ഇന്ത്യയുടെ പ്രൈസിങ്ങും ഒരുപാട് കാര്യങ്ങളിൽ ഇന്ത്യ എഫക്റ്റഡ് ആവുമെന്നാണ് ഇതിൽ പറയുന്നത്. സോ പിന്നെയുള്ള മേജറായിട്ടുള്ള വാർത്തകളെല്ലാം ഇതിനകത്തുള്ള അത്രയേ ഉള്ളൂ. പിന്നെ അടുത്ത ശ്രീലങ്കയുടെ വാർത്തയാണ്. ജയശങ്കർ മീറ്റ്സ് ദിസനായക പ്ലഡ്ജസ് ഇന്ത്യ സപ്പോർട്ട് ഫോർ എക്കണോമിക് റിക്കവറി എന്നാണ് ഇതിനകത്ത് എടുത്തു പറയുന്നത്. ഇന്ത്യ ഓൾമോസ്റ്റ്, നമ്മൾ ഇതിൻ്റെ എടുത്ത് പറയണം, ഓൾമോസ്റ്റ് $4 ബില്യൺ ശ്രീലങ്കയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല ശ്രീലങ്ക വലിയൊരു ചർച്ചയിലാണ്. കാരണം ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശ്രീലങ്കയുടെ ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ത്യ മാത്രമല്ല ശ്രീലങ്കയെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പുറത്തെ സൈഡിൽ നമുക്ക് നോക്കാം, ചൈന സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചൈന ശ്രീലങ്കയെ സപ്പോർട്ട് ചെയ്യുന്നതോടും ഇന്ത്യക്ക് ടെൻഷനാണ്. ഇറ്റ്സ് എ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ. ബിക്കോസ് ചൈന ശ്രീലങ്കയെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതോറും ചൈനയും ശ്രീലങ്കയും വളരെ അടുത്ത്, ചൈനയും ഇന്ത്യയും വളരെ അടുത്തടുത്തല്ല. ശ്രീലങ്കയിൽ ഈ ചൈനയ്ക്ക് ബേസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇന്ത്യനെ കൺട്രോൾ ചെയ്യാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് ചെയ്യുന്ന ഫിനാൻഷ്യൽ എയ്ഡ്, എനർജി, നമുക്ക് ആവശ്യമുള്ള എനർജി കാര്യങ്ങൾ, വേണ്ടത്ര സപ്പോർട്ടൊക്കെ ഇന്ത്യ തരാൻ തയ്യാറാണ്. ഇന്ത്യ ഒരുപാട് ലോൺ കൊടുത്തിട്ടുണ്ട്. $4 ബില്യൺ ആണ് ലോൺ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ 13th അമെൻമെന്റ്, ഞാൻ ഇന്നലെയും പറഞ്ഞു, ശ്രീലങ്കയ്ക്ക് വേണ്ടി നമ്മൾ സെൻട്രൽ, അവിടെ സ്റ്റേറ്റ്, ഇപ്പോൾ പ്രോവിൻസ് എന്ന് പറയുന്ന പോലെ സെൻറ്ററിൽ നിന്നും പ്രോവിൻസുകൾക്ക് ഒരുപാട് പവേഴ്സ് കൊടുത്ത് അവിടുത്തെ ലോക്കൽ ആൾക്കാർക്ക് ഒരുപാട് പവേഴ്സ് കൊടുക്കുന്ന ഒരു സംഭവം 13th അമെൻമെന്റ്. ഇത് നന്നായി നടക്കണമെന്ന് ഇന്ത്യ വിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 13th അമെൻമെന്റ് ഒക്കെ ഡിസ്കസ് ചെയ്താണ്. ഇതാണ് ഇതിൽ മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ടോപ്പിക്കിൽ ഇതാണ് പറയുന്നത്. പിന്നെ ബാക്കിയെല്ലാം പൊളിറ്റിക്കൽ വാർത്തകളാണ് ഇതിനകത്ത് കാണുന്നത്. പിന്നെ അടുത്തതിനകത്ത് എമർജൻസി സിനിമ വരുന്നുണ്ട്. അതും ഒരു ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻ തന്നെയായിട്ട് നമുക്കിതിൽ കാണാൻ പറ്റും. ഒരു പവർ കട്ട് സംഭവിച്ചു, എന്നാലും നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. എമർജൻസി ഈ സിനിമയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി സിനിമ വരുമ്പോൾ CBFC, ഞാൻ അന്നും പറഞ്ഞു എന്താണ് ഈ CBFCയുടെ പർപ്പസ് എന്നുള്ളതും കൂടെ നമുക്ക് നന്നായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി ഗുഡ്. CBFC ഒന്ന് കണ്ടുപിടിച്ചാൽ മതി എന്ത് ഏജൻസിയാണ്, അതിൻ്റെ പവർ എന്താണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ CBFC എന്ന് പറയുന്നത്. മാൽദീവൻ പ്രസിഡന്റ് ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി മാൽദീവൻ പ്രസിഡന്റ് വരുമ്പോൾ നമുക്ക് UPSC പെർസ്പെക്റ്റീവിൽ അറിയേണ്ടത് ഒന്ന്, എവിടെയാണ് മാൽദീവ്സ്, വേർ ഇസ് മാൽദീവ്സ്, മാൽദീവ്സിന്റെ മാപ്പ് നമുക്ക് നന്നായിട്ട് അറിയണം. ആൻഡ് മാൽദീവ്സ് പ്രസിഡന്റിനെക്കാട്ടും കൂടുതൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന് IOR, ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ. അയോറ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു ആക്ച്വലി, ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ. അയോറ എന്താണ്, വാട്ട് ഇസ് സാഗർ, സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ. ഈ സാഗറും അയോറയൊക്കെ പ്രിലിംസിന് മാത്രമല്ല, ഇതൊക്കെ മെയിൻസിന്, ഇന്റർനാഷണൽ റിലേഷൻസിന് പക്ക ടോപ്പിക്കാണ്. ഒരു 5-6 ടോപ്പിക്സ് നമ്മൾ നന്നായിട്ട് ഇതേപോലെ പഠിച്ചാൽ നമുക്ക് നല്ല റെപ്പറ്റീഷൻ കിട്ടും ആക്ച്വലി. സോ ദിസ് ഇസ് സാഗർ ആൻഡ് ഇന്ത്യസ് നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി എന്നുള്ളതും കൂടെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചാൽ ഈ ആർട്ടിക്കിൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഉള്ളത് ചൈനീസ്. ഇന്ന് ഒരുപാട് വാർത്തകൾ, ഇന്ന് ഒരുപാട് ന്യൂസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും, നമ്മൾ പെട്ടെന്നായിട്ട് പോലും അത്രയും കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിൽ പറയുന്നത് നീഡ് ടു ക്യാച്ച് അപ്പ് വിത്ത് ചൈന. ഇന്ത്യൻ എയർഫോഴ്സ് ചീഫ് പറയുന്ന കാര്യം, നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് പൈലറ്റ്സിന് ഇവരെക്കാട്ടും കൂടുതൽ എയർ കപ്പാസിറ്റിയിലും നമ്മൾക്ക് എക്സ്പോഷർ റേറ്റും ഇൻട്രാക്ഷനും കൂടുതലാണ്. പക്ഷേ ഇവരുടെ ചൈനീസുകാരുടെ ടെക്നോളജി കുറച്ച് വളരെയധികം ബെറ്റർ ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇന്ത്യക്ക് കുറച്ചും കൂടെ ക്യാച്ചപ്പ് ചെയ്യാനുണ്ട് ചൈനീസ് ടെക്നോളജി ആയിട്ട്. അപ്പോൾ ഇതിൽ പറയുന്നൊരു പ്രധാന സംഭവം എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറിനെയും കൂടെ ഡിഫൻസിലും കൊണ്ടുവരണം. അല്ലാതെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ്, HAL ബാംഗ്ലൂർ മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാതെ നമുക്ക് പ്രൈവറ്റ് സെക്ടറിനും വേണം. കട്ടിംഗ് എഡ്ജ് ടെക്നോളജിയും കൂടെ വന്നാൽ മാത്രമേ നമുക്ക്
ഈ എയർഫോഴ്സിനെ നമ്മൾ ആ ചൈനീസ് നാളൊരു യുദ്ധം വന്നാലും ചൈനയോട് പിടിച്ചു നിൽക്കാൻ ആ ഒരു ലെവലെങ്കിലും വേണമെന്നാണ് പറയുന്നത്. പിന്നെ ഇസ്രായേലിന്റെ കയ്യിലുള്ള പോലെ അയൺ ഡോം സിസ്റ്റം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇസ്രായേലിന്റെ കയ്യിലാണ് യു ഹാവ് ദ സ്ട്രോങ് സിസ്റ്റം കോൾ അയൺ ഡോം സിസ്റ്റം. അങ്ങനത്തെ അയൺ ഡോം സിസ്റ്റംസ് പോലത്തെ സംഭവങ്ങൾ ഇന്ത്യ പോലത്തെ വലിയ രാജ്യത്തിനും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് സെക്യൂരിറ്റി പ്രിപ്പയർനെസ് ആയിട്ടാണ് പുള്ളി ഇത് പറയുന്നത്. ആ ഒരു ഡിഫൻസ് നെറ്റ്വർക്ക് കുറച്ചുകൂടെ, എയർ ഡിഫൻസ് നെറ്റ്വർക്ക് കുറച്ചുകൂടെ നന്നായിരിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ എടുത്തു പറയുന്നത് ഇതിനകത്ത് റഷ്യ നമുക്ക് തരാമെന്ന് പറഞ്ഞ 2 S-400 എയർ ഡിഫൻസ് റെജിമെന്റ്സ് ഉണ്ട്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഈ S-400 എന്ന് പറയുന്നത്? അത് നമുക്ക് റഷ്യ തരാമെന്ന് പറഞ്ഞതാണ് S-400. ഇതും എന്താണെന്നും കൂടെ നമുക്ക് നല്ലോണം അറിയണം. സോ ദിസ് ഇസ് സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ് ഇതിൽ പറയുന്ന ചൈനീസ് ആസ്പെക്റ്റിൽ പറയുന്നതാണ്. പിന്നെ അടുത്ത സുപ്രീം കോടതിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് കേസാണ്. സുപ്രീം കോടതിയുടെ ഇടയ്ക്കിടയ്ക്ക് വാക്കുകളുണ്ട്. കേസസ് കനോട്ട് ബി ലോഞ്ച്ഡ് അഗെയിൻസ്റ്റ് ജേർണലിസ്റ്റ് ഫോർ ക്രിട്ടിസൈസിങ് ഗവൺമെന്റ്. ഇതിൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, നമ്മൾ 19 Clause 1 എന്നൊക്കെ പറയുമ്പോൾ ആ നമ്മുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. കാരണം ഒരു ജേർണലിസ്റ്റിനും ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഒരു ജേർണലിസ്റ്റിനും ആർട്ടിക്കിൾ ആർ പ്രൊട്ടക്റ്റഡ് അണ്ടർ 19 Clause 1A ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇതിൽ പറയുന്നുണ്ട്, വൺസ് വ്യൂസ് ഇസ് റെസ്പെക്റ്റഡ്. അപ്പോൾ ഈ ആർട്ടിക്കിൾ 19 Clause 1A ഓർത്തിരിക്കുക. അങ്ങനെ നമ്മൾ ഗവൺമെന്റിനെ കുറിച്ചിട്ട് ഇത് പുതിയ ടെക്നോളജി ആക്ടുകളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഗവൺമെന്റിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞ ഉടനെ തന്നെ നമ്മളെ നമുക്കെതിരെ കേസ് എടുത്ത് ചെയ്യരുത്, കാരണം അത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എതിരെയാണെന്നാണ് സുപ്രീം കോടതി ഇവിടെ വാദിക്കുന്നത്. പിന്നെയുള്ളത് ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് കേസാണ്. സുപ്രീം കോർട്ട് ഡിസ്മിസസ് പ്ലീസ് ടു റിവ്യൂ വേർഡിക്ട് അപ്ഹോൾഡിംഗ് സ്റ്റേറ്റ്സ് റൈറ്റ്സ് ടു ടാക്സ് മൈൻസ്. അതാത് സ്റ്റേറ്റിന് ഇപ്പോൾ ഒരു സ്റ്റേറ്റിന് ഈ ബോർഡറിനകത്ത് കുറേ മൈൻസും മിനറൽസ് ഉണ്ടെന്ന് വിചാരിച്ചു. ഇത് ടാക്സ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കാണ്? സെൻട്രൽ ഗവൺമെന്റിനാണോ സ്റ്റേറ്റിനാണോ എന്നുള്ള രാജ്യ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ 9 ബെഞ്ച് സുപ്രീം കോർട്ട് ജഡ്ജ് പറഞ്ഞത് മെജോറിറ്റി ഡിസിഷനാണ്. കാരണം സുപ്രീം കോടതി പറയുന്നത് ഇങ്ങനത്തെ സ്റ്റേറ്റുകൾക്കും അവർക്ക് റൈറ്റ് കൊടുക്കണ്ടേ, കാരണം അവരുടെ അടുത്തല്ലേ ടാക്സ് ചെയ്യണ്ട. അവർക്ക് മിനറൽസ് എന്നൊക്കെ പറയുന്നത് അവരുടെ അടുത്തല്ലേ, അപ്പോൾ അവർക്കും കൂടെ ഡെഫിനറ്റ്ലി ടാക്സ് ചെയ്യാനുള്ളൊരു പവർ കൊടുക്കണമല്ലോ നമ്മൾ. പക്ഷേ സെൻട്രൽ ഗവൺമെന്റ് പറയുന്നത് അല്ല, പാർലമെന്റ് അല്ലെങ്കിൽ ഇവർക്ക് മാത്രം തന്നെയാണ് അതിന് ടാക്സ് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ എന്ന് പറയുമ്പോൾ കോടതി പറയുന്നത് റിവ്യൂ പെറ്റീഷൻ കൊടുത്തിരുന്നു, ഒന്നുകൂടെ കൺസിഡർ ചെയ്യണം, സ്റ്റേറ്റ്സിന് പവർ കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഒന്നുകൂടെ റിവ്യൂ പെറ്റീഷൻ കൊടുക്കുമ്പോഴും പറയുന്ന സംഭവമാണ്, കണ്ടോ, എനി ഡൈല്യൂഷൻ ഇൻ ദ ടാക്സിംഗ് പവേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ വിൽ നെസസറിലി ഇമ്പാക്ട് ദ എബിലിറ്റി ടു റേസ് റവന്യൂസ്. ഫിസ്ക്കൽ ഫെഡറലിസത്തിന് എതിരാണ്. അപ്പോൾ ഈ കോൺസെപ്റ്റ് ഒക്കെ, അതായത് സ്റ്റേറ്റും പവർ ചെയ്തോട്ടെ എന്നാണ് അവർ പറയുന്നത്. അതായത് സ്റ്റേറ്റിനും പവർ വേണ്ടേ? അപ്പോൾ റിവ്യൂ പെറ്റീഷൻ പറയുമ്പോൾ സുപ്രീം കോടതി പറയുന്നതാണ് സ്റ്റേറ്റിനും പവർ കൊടുക്കണ്ടേ, അവർക്കും ടാക്സ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കണ്ടേ, ഇത് മാത്രം തീരുമാനിച്ചാൽ മതി. പക്ഷെ ഒരു ജഡ്ജ് മാത്രം ഇതിന് അഗേൻസ്റ്റ് ആയിട്ട് പറഞ്ഞു, ഇല്ല നമ്മൾ ഓപ്പൺ കോർട്ടിൽ വളരെ ഇത് ഓപ്പൺ ഡിസ്കഷൻ കൊണ്ടുവരേണ്ട ഒരു ടോപ്പിക്കാണ്. അങ്ങനെ ഒരു, അപ്പോൾ ഇത് ഫിസ്ക്കൽ ഫെഡറലിസത്തിന്റെ, ഈ ഫെഡറലിസം എന്ന് പറയുമ്പോൾ തന്നെ സ്റ്റേറ്റ് സെൻട്രൽ റിലേഷനിൽ തന്നെ ഒരുപാട് ഇഷ്യൂസ് ഡെയിലി പത്രത്തിൽ വരുന്നുണ്ട്. ഇതൊരു ചർച്ചയാണ്. ടാക്സിന്റെ കാര്യത്തിൽ നമുക്കൊരു എക്സാമ്പിൾ സൈറ്റ് ചെയ്യാവുന്നതാണ്. കണ്ടോ, ഇതിൽ തന്നെ പറയുന്നുണ്ട്, upholding the power of state legislature to tax mineral bearing lands and quarries. അവർ ചെയ്തോട്ടെ, പക്ഷെ അവർ പറയുന്നത് ഇല്ല, അത് എക്സ്ക്ലൂസീവ് പവർ ഓഫ് ദ പാർലമെന്റ് ആണ്. സ്റ്റേറ്റ് ആൻഡ് പാർലമെന്റ് അഗെയിൻ ചർച്ച വരികയാണ്. എന്റെ സുപ്രീം കോടതിയും പറയുന്നുണ്ട് സ്റ്റേറ്റിന് പവർ കിട്ടിക്കോട്ടെ എന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. അതാണ് ഇതിന്റെ ഷോർട്ട് സമ്മറി എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് എന്ന് കണ്ടോ, എന്തോരം വാർത്തകളാണ് UPSCക്ക് വേണ്ടി തന്നെയുള്ള വാർത്തകൾ. എംപോക്സ് എന്താണെന്ന് കണ്ടുപിടിക്കുക. എംപോക്സിന്റെ വാക്സിൻ WHO has listed the first mpox in vitro diagnostic under its emergency using procedures. So mpox ടെസ്റ്റിംഗിന് വേണ്ടി എന്താണ് മങ്കി പോക്സ്, അത് എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നു എന്നൊക്കെ കണ്ടുപിടിക്കണം. മാർബർഗ് വൈറസിനെ കുറിച്ച് വാർത്തയുള്ള പോലെ തന്നെ ഇത് നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടുപിടിക്കണം എന്നാണ് ഒരു ഹംബിൾ സജഷൻ. പിന്നെ ഉള്ളത് ഈ ഓഫീസ് സിസ്റ്റം ഷട്ട് ഡൗൺ. റെയിൽവേയിലുള്ള ഒരു പ്രധാനപ്പെട്ട, നമ്മൾ ഈ ഗവേണൻസ് എന്നൊക്കെ പറയുന്ന പോലെ, ഈ സിസ്റ്റം ഈ ഗവേണൻസ് എന്ന് പറയുന്ന പോലെ നാഷണൽ ഇൻഫോർമാറ്റിക് NIC വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റേഴ്സ്, NICയുടെ ഈ ഓഫീസ്, ഇതാണ് എൻ്റെ പേര്. ഈ ഓഫീസ് റെയിൽവേയിലെ മിക്ക കാര്യങ്ങളും റുട്ടീന്, അതിൻ്റെ ജോലി, അതിൻ്റെ മറ്റു കാര്യങ്ങൾ, ജോബ് അലോക്കേഷൻ, ഇത് കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആയിപ്പോയി. പക്ഷേ റെയിൽവേനെ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പക്ഷേ ഡെഫിനറ്റ്ലി നമുക്കിത് UPSC പെർസ്പെക്റ്റീവിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. എന്താണ് ഡെഫിനറ്റ്ലി NICയുടെ റോൾ എന്താണെന്ന് കണ്ടുപിടിക്കണം, നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ. അതേപോലെ ഈ ഓഫീസ്, എ വർക്ക് ഫ്ലോ ബേസ്ഡ് സിസ്റ്റം that replace the existing manual handling of files with more efficient electronic system is in operation in the more than 236. അപ്പോൾ 236ഓളം ഈ ഓഫീസിൽ ഈ മാനുവൽ വർക്ക് ഫ്ലോ ഹാൻഡ്ലിംഗ്, ഞാൻ പറഞ്ഞില്ല ഓഫീസിനെ കൂടുതൽ
ഈ പഴയ ഫയലുകളിലും സംഭവങ്ങൾ എഴുതുന്നതിനെല്ലാം ഇലക്ട്രോണിക് ഫയലിംഗ് സിസ്റ്റം കൊണ്ടുവന്നാണ് NICയുടെ ഈ ഓഫീസ്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് മെയിൻസിന്റെ ആൻസർ ഒക്കെ എഴുതുമ്പോൾ കൊണ്ടുവരാവുന്ന ഒരു വാക്കാണ്, ഓർത്ത് വെച്ചോ. റെയിൽവേയിലും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ റെയിൽടെൽ, റെയിൽവേയുടെ ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് റെയിൽടെൽ എന്ന് പറയുന്നത്. ഓഫീസ് പ്രോഡക്റ്റ് ഓഫ് റെയിൽടെലിൻ്റെ ആണ് ഈ ഓഫീസൊക്കെ. അപ്പോൾ റെയിൽടെൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഡെവലപ്ഡ് ബൈ NIC ആണ്, വിച്ച് ഇസ് ഹോസ്റ്റഡ് അണ്ടർ ടയർ 3 അപ് ടൈം USA സർട്ടിഫൈഡ് ഡേറ്റാ സെന്റേഴ്സ്. അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? റെയിൽടെൽ എന്നാണ് ഇത് വരുന്നത്. അപ്പോൾ ഒന്ന് ഇതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഗവർണൻസിന്റെ പെർസ്പെക്റ്റീവിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കാവുന്ന ഒരു സംഭവമാണ്. പിന്നെ ഉള്ളത് ബിസിനസ് പേജിൽ മെയിനായിട്ട് റുപ്പി, ഇനി വാർത്തകൾ നിങ്ങൾ വരും, ഇത് റുപ്പി വീക്കായി എന്നൊക്കെ പറയുമ്പോൾ നിയർലി അൺചേഞ്ച്ഡ്. നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ നമ്മൾ പഠിക്കും കുറേ ടോപ്പിക്കുകൾ, നമുക്ക് ഇപ്പോൾ അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്രീസിയേഷൻ ഓഫ് മണി ആൻഡ് ഡിപ്രീസിയേഷൻ ഓഫ് മണി എന്ന് പറയുന്ന കോൺസെപ്റ്റുകൾ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. അത് നമുക്ക് വരും, ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ എത്താവുന്നതാണ്. സോ പ്ലീസ്. പിന്നെ ഇതിൽ പറയുന്ന ഇന്നും പറഞ്ഞൊരു ഇഷ്ടംപോലെ വാർത്തകളാണ്, എവിടെ തുറന്നാലും വാർത്തയാണ്. ഇതിൽ പെർ ക്യാപിറ്റ ഇൻകമിനെ കുറിച്ച് പറയുന്നുണ്ട്. തേർഡ് കോൺക്ലേവിൽ ഇറ്റ് ടുക്ക് 75 years to reach a per capita income of $2,730 ആണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് IMF പറയുന്നു. നിർമ്മല സീതാരാമൻ പറയുന്നത് ഇനിയും നമുക്ക് $2,000 കൂടെ നമുക്ക് ആഡ് ചെയ്യാം, പെർ ക്യാപിറ്റ ഇൻകം കൂടാം. സോ എക്കണോമിക്സിലെ ചോദ്യങ്ങൾ ഇതാണ്, എന്താണ് ഈ പെർ ക്യാപിറ്റ ഇൻകം, എന്താണ് ഈ പെർ ക്യാപിറ്റ ഇൻകം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയണം. എങ്ങനെയാണ് പെർ ക്യാപിറ്റ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം, ഇൻകം ബൈ പോപ്പുലേഷൻ. നിങ്ങൾ കറക്റ്റ് ഡെഫിനിഷൻ അറിഞ്ഞിരുന്നാൽ മതി, പെർ ക്യാപിറ്റ ഇൻകം എന്താണ്, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വാട്ട് ഇസ് ഗിനി കോഎഫിഷ്യന്റ്, ഇൻകം ഇക്വാലിറ്റി ബെഞ്ച്മാർക്ക്. ഗിനി കോഎഫിഷ്യന്റ് എന്താണെന്നുള്ളതും കൂടെ, ഇതൊക്കെ 100% ഷോർട്ട് ആയിട്ട് ചോദിച്ചിരുന്ന ചോദ്യങ്ങളാണ്. എന്താണ് ഗിനി കോഎഫിഷ്യന്റ്, എങ്ങനെയാണ് ഇത് ഇനീക്വാലിറ്റി മെഷർ ചെയ്യുന്നത്, എങ്ങനെ ഇനീക്വാലിറ്റി മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ. ചെറിയ ആർട്ടിക്കിളാണ്, പക്ഷെ കണ്ടോ നമുക്ക് വലിയ ന്യൂസുകളാണ് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. അതേപോലെ പിന്നെ പ്രൈവറ്റ് സെക്ടർ ആക്ടിവിറ്റി, ഇതേപോലത്തെ സർവേകൾ ഇഷ്ടംപോലെ വരും. മാനുഫാക്ചറിങ് വീക്ക്, ഇത് HSBCയുടെ സർവേ ആണ്, കോമ്പോസിറ്റ് എന്തോ ഔട്ട്പുട്ട് ഇൻഡെക്സ്. മാനുഫാക്ചറിങ് കുറഞ്ഞു, സർവീസ് കുറഞ്ഞു, ഇത് കൂടാം കുറവാം ഒക്കെ സംഭവിക്കാം. അപ്പോൾ ഇത് നോക്കിക്കോളൂ. പിന്നെ വെജ് മീൽസ് ഗോട്ട് 11% സ്റ്റീപ്പ്. പ്രൈസ് റൈസിനെ കുറിച്ച് പറയുന്നുണ്ട്. കോസ്റ്റ് ഓഫ് ഹോം കുക്ക് വെജിറ്റേറിയൻ മീൽ ഇറ്റ് കംപ്ലീറ്റ്ലി ഷോട്ട് അപ്പ് ഇൻ 11%. അത് ഫുഡിന്റെ ഇൻഫ്ലേഷനാണ്. ഇതിലും നമുക്ക് മനസ്സിലാക്കേണ്ട 2-3 പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ പിന്നീട് നമ്മൾ എപ്പോഴും കാണുന്ന, ബിസിനസ് പേജിൽ എപ്പോഴും കാണുന്ന ഒരു സംഭവമാണ് ഫുഡ് ഇൻഫ്ലേഷൻ. അപ്പോൾ ആദ്യം വിലക്കയറ്റം, ഇൻഫ്ലേഷൻ എന്താണെന്ന് അറിയണം, അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഫുഡ് ഇൻഫ്ലേഷൻ അറിയാൻ. പിന്നെ നമുക്കറിയാം, നമ്മൾ കുറേ കഴിയുമ്പോൾ നമ്മൾ പഠിക്കും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. ഈ WPI CPI എന്ന് പറയുന്ന സംഭവത്തിന്റെ ഡീറ്റെയിലും നമ്മൾ പിന്നീട് പഠിച്ചെടുത്താൽ, ഇത് സ്ഥിരം പേപ്പറിൽ വരുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ പേപ്പറിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഫുഡ് ഇൻഫ്ലേഷൻ, WPI CPI ആണ്, കണ്ടുപിടിക്കണം. പിന്നെ ചെറിയൊരു വാർത്തയാണെങ്കിലും ഇതിനകത്ത് ഇതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ടത് ഇമ്പോർട്ട് ടാരിഫിനെ കുറിച്ചിട്ടാണ്. US ഇതിനകത്ത് ഇമ്പോർട്ട് ടാരിഫിനെ കുറിച്ചിട്ട് കുറച്ചധികം വാർത്തകളുണ്ട്. ടൈം ഇസ് നോട്ട് റൈറ്റ് ഫോർ. സോ ഇതിൽ GSP എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടെ എക്കണോമിക്സിൽ കൊണ്ടുവരികയാണ്. എന്താണ് GSP എന്ന് പറയുന്നത്? ഇതിൽ തന്നെ നമ്മൾ എന്താണ് ഒരു GSP, ഇത് ഇന്ത്യക്ക് കറക്റ്റായിട്ടൊരു സമയമല്ല GSP കൊണ്ടുവരാന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. സോ എടുത്തു നോക്കാം നമുക്ക്. ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ്. ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ്. ഇപ്പോൾ US ഒരു ഡെവലപ്ഡ് രാജ്യമാണെന്ന് വിചാരിക്കുക, ഇതൊരു ഡെവലപ്ഡ് രാജ്യമാണ്. അപ്പോൾ നമ്മുടെ കുറേ പ്രൊഡക്ട്സ് അങ്ങോട്ടേക്ക് പോകാനും അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാനും ഈ GSP എന്ന് പറയുന്നത്, അവർ ഇപ്പോൾ ആ രാജ്യത്തിലേക്ക് കുറേ വിട്ടുവീഴ്ചകൾ, അതായത് ടാരിഫിന്റെ കാര്യത്തിലും പ്രൈസിങ്ങിന്റെ കാര്യത്തിലും കുറച്ച് വിട്ടുവീഴ്ചകൾ ഡെവലപ്ഡ് കൺട്രീസിൽ നിന്ന് വരുന്ന പ്രൊഡക്ട്സിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ചെയ്തു തരുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമുക്കറിയാം, ഇന്ത്യയും US ഈ GSPയിൽ ഇന്ത്യന് 2019 ശേഷം എങ്ങാണ്ട് അവർ റിമൂവ് ചെയ്തു. അപ്പോൾ ഇന്ത്യക്ക് ഈ GSP ഇല്ല. അപ്പോൾ എന്താണ് ഈ GSP എന്നുള്ളതും കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ്. സോ 2019 ഗവൺമെന്റ് ഡിഡ് നോട്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി ടു സോൾവ് അറ്റ് ദാറ്റ് ടൈം. ഇത് ഇന്ത്യക്ക് ഇത് നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. കുറേ വർഷങ്ങളായിട്ട് GSP നമുക്ക് US നിന്നും നമുക്ക് കിട്ടുന്നില്ല. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആയിട്ട് നമുക്ക് കാണാം. കാരണം GSP എന്താണെന്നും US എന്നുള്ള ഒരു സംഭവം കൂടെ നമുക്ക് കാണാം. ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി ടോട്ടലൈസേഷൻ പറയുന്നുണ്ട്. ഒന്ന്, പ്രിഫറൻഷ്യൽ ട്രേഡ് പ്രോഗ്രാം വിത്ത് US ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി. US താമസിക്കുന്ന ഒരുപാട് ഇന്ത്യൻസ് സോഷ്യൽ സെക്യൂരിറ്റി, അവിടുത്തെ സോഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടി പൈസ അടയ്ക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഇന്ത്യൻസ് പോലത്തെ ആൾക്കാർക്ക് ആ സ്കീമിന്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നുമില്ല.
അപ്പോൾ അവർ US താമസിക്കുന്ന ഇന്ത്യക്കാർ ഇന്ത്യയിലേക്ക് അത് അടയ്ക്കുന്നുണ്ടെങ്കിൽ US അത് അടയ്ക്കേണ്ട ആവശ്യമില്ലെന്നാണ് അവർ പറയുന്നത്. നമ്മൾ അടയ്ക്കുന്നുണ്ട്, പക്ഷെ നമുക്കതിൻ്റെ ബെനിഫിറ്റ്സ് ഒന്നും ഇല്ല, പിന്നെ എന്തിനാണ് അടയ്ക്കുന്നത് എന്നതും കൂടെ ചോദിക്കുന്നുണ്ട്. സോ ടൈം നോട്ട് റൈറ്റ് ഫോർ GSP ഓർ സോഷ്യൽ സെക്യൂരിറ്റി ടോട്ടലൈസേഷൻ എന്നാണ് ഇതിൻ്റെ വാർത്തയുടെ വളരെ ബേസിക് ആയിട്ട് പറയുന്നത്. ഇതൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ പവർ ഇസ് ബാക്ക്. വായിച്ച് മനസ്സിലാക്കാൻ നമുക്ക് കിട്ടുന്നൊരു സംഭവമാണത്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുക, GSP എന്താണെന്നും അതേപോലെ ഇമ്പാക്ട് ഓഫ് ട്രംപ്സ് ഇമ്പോർട്ട് ടാരിഫ് പിന്നെയും പോയി. ഓക്കെ, സോ ഇത്രയാണ് ഇതിനകത്ത് മെയിനായിട്ട് വന്നത്. എനിക്ക് പിന്നെ ഇന്റർനാഷണൽ വാർത്തയിൽ അധികം വാർത്തകളെക്കാട്ടും നമുക്ക് യൂറോപ്യൻ യൂണിയന്റെ വാർത്ത, ഇലക്ട്രോണിക് വെഹിക്കിൾസിന്റെ, പിന്നെ അഗെയിൻ യമൻ ഫൈറ്റ് നടക്കുന്നുണ്ട്, മൊറീഷ്യസിന്റെ ഇലക്ഷൻ നടക്കും. അപ്പോൾ മൊറീഷ്യസ് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. പിന്നെ ഖൊമേനി ഇസ്രായേൽ ഇനിയും ഫൈറ്റ് ചെയ്തുകൊണ്ട്, ഇറാൻ ഇനിയും ഇസ്രായേലിനെതിരെ ഫൈറ്റ് ചെയ്യും എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. റഷ്യ കോൾസ് ഓൺ വെസ്റ്റ് ടു ലിഫ്റ്റ് സാങ്ഷൻസ് ഓൺ അഫ്ഗാനിസ്ഥാൻ. റഷ്യൻ പറയുന്നത് സാങ്ഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടു ലിഫ്റ്റ് സാങ്ഷൻസ് ഓൺ താലിബാൻ. സാങ്ഷൻ പറയുന്നതെന്ന് അറിയാലോ, ഇതും അറിയില്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ടതാണ് എന്താണ് ഈ സാങ്ഷൻസ് എന്ന് പറയുന്നത്. ഒരു രാജ്യം മറ്റു രാജ്യത്തിന്റെ മുകളിൽ ചെറിയ രാജ്യം സാങ്ഷൻസ് ഇടുകയാണെങ്കിൽ ആ രാജ്യമായിട്ട് ട്രേഡ് ഇല്ല, കോൺടാക്റ്റ് ഇല്ല, മറ്റൊരുപാട് കാര്യങ്ങളെല്ലാം കട്ട് ഓഫ് ചെയ്യും. അങ്ങനെ അഫ്ഗാനിസ്ഥാന്റെ മുകളിലുള്ള സാങ്ഷൻസ് റിമൂവ് ചെയ്യാൻ റഷ്യ പറയാണ്. സോ അഗൈൻ റഷ്യയും അഫ്ഗാനിസ്ഥാനും ജോഗ്രഫിക്കലി മാത്രമല്ല, റഷ്യയുടെ വളരെ ഫേവറേറ്റ് ആയിട്ടൊരു സ്ഥലം കൂടാണ്. പിന്നെ കിം ത്രെറ്റൻസ് ടു യൂസ് ന്യൂക്ലിയർ. നോർത്ത് കൊറിയയിലെ കിം പറയുന്നത് എന്തെങ്കിലും കാരണവശാൽ അറ്റാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ന്യൂക്ലിയർ പവർ ഒക്കെ ഉപയോഗിക്കാൻ ഒരു മടി അദ്ദേഹത്തിനില്ല, അദ്ദേഹം അത് ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. സൗത്ത് കൊറിയക്ക് വിച്ച് ഡസ് നോട്ട് ഹാവ് ന്യൂക്ലിയർ വെപ്പൺസ് ഓൺ ഇറ്റ്സ് ഓൺ ഇസ് കവർഡ് ബൈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ന്യൂക്ലിയർ അംബ്രല്ല. അപ്പോൾ സൗത്ത് കൊറിയനെ കുറിച്ചിട്ടും പറയുന്നത് അമേരിക്കയുടെ കയ്യിലെ ന്യൂക്ലിയർ ഉള്ളൂ, സൗത്ത് കൊറിയയുടെ കയ്യിൽ ന്യൂക്ലിയർ പവർ ഇല്ല, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നോർത്ത് കൊറിയയുടെ കയ്യിൽ ന്യൂക്ലിയർ പവർ ഉണ്ട്, ഇല്ലെങ്കിൽ ഞങ്ങളത് ഉപയോഗിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്റർനാഷണൽ ന്യൂസിൽ മെയിനായിട്ട് വന്നത്. സോ എനിക്ക് തോന്നുന്നു മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി ഞാൻ അഗൈൻ ഡെഫിനറ്റ്ലി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്കുകൾ ഇതിനകത്ത് ഡിഫിക്കൽട്ട് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു എക്സ്പ്ലനേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാൻ ഡെഫിനറ്റ്ലി ആ വീഡിയോ ഒരു കോണ്ടന്റ് ആയിട്ട് തന്നെ ഇറക്കാം, ആ ടോപ്പിക് ഡിസ്കഷനില്ലേ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. കീപ് റീഡിങ്, കണ്ടുപിടിക്കാൻ നോക്കുക. നാളത്തെ ന്യൂസിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.